പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകശ്മീരിൽ സുരക്ഷാ ഓഡിറ്റും തിരച്ചിലും ശക്തം. കൂടുതൽ ഭീകരരുടെ വീടുകൾ തകർത്തു. ഭീകരർക്ക് സഹായം എത്തിക്കുന്ന 2 പേരെ കൂടി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പിർപ്പഞ്ചൽ മലനിരകൾ കേന്ദ്രീകരിച്ചാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഭാരതം ലോകരാജ്യങ്ങൾക്ക് കൈമാറി. അതേസമയം അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. പെഹൽഗാമിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ജനം TV സംഘം അവിടെ തുടരുകയാണ്. നന്ദഗോപൻ, ഈ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം എന്നുള്ളതാണ് ഒരുപക്ഷെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത. ഇപ്പോൾ ഈ മറ്റ് സുരക്ഷ വളരെ ശക്തമാക്കുകയും തിരച്ചിൽ ശക്തമാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, അതിർത്തിയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്നലെ രാത്രിയിൽ നിരവധി പോയിന്റുകളിൽ ഇന്നലെ പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാൻ ആർമി ഇന്നലെ കരാറുകൾ ലംഘിച്ചുകൊണ്ട്, വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഫയർ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. BSF ശക്തമായ നാണയത്തിൽ, അതേ നാണയത്തിൽ തന്നെ BSFും തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായാലും ആർക്കും പരിക്കുകളോ മറ്റ് അപകടങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുകയാണ്. ഇവർക്ക് ഈ പഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ദൗത്യ സംഘം ഈ വീടുകൾ തകർത്തത്. ഈ സെയ്ദ് അഹമ്മദ് എന്നുള്ള ആളുടെ കുൽഗാമിലുള്ള വീടാണ് തകർത്തത്. ഇയാൾ TRFിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ലഷ്കർ-ഇ തോയ്ബ ടെററിസ്റ്റ് ആയിട്ടുള്ള കമാൻഡറായിട്ടുള്ള ഷാഹിദ് അഹമ്മദ് കുട്ടിയുടെ വീടാണ്. അത് ഷോപ്പിയാനിലാണ് ഇയാളുടെ വീടുള്ളത്. ഈ വീടും തകർത്തിരിക്കുകയാണ്. ഇയാൾ ഏതാണ്ട് 3-4 വർഷം പാകിസ്ഥാനിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് എടുക്കുകയും അതിനുശേഷം കാശ്മീരിലേക്ക് മടങ്ങി വന്ന് ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലും മുഴുകുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ പെഹൽഗാമിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാദേശികപരമായിട്ടുള്ള നാട്ടുകാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അക്രമി സംഘത്തിൽ, ഈ തീവ്രവാദ സംഘത്തിന് സഹായങ്ങൾ ചെയ്തു നൽകി എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നും ഈ മേഖലകളിലൊക്കെ തന്നെ സമഗ്രമായ തിരച്ചിലിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരർ, ഈ 26 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരർ, അവർ ഈ സ്ഥലം വിട്ടു പോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ സമഗ്രമായ തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് കൂടുതൽ സംഘാംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് തിരച്ചിലിന് വേണ്ടിയുള്ള കൂടുതൽ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഭീകരർ ഒളിച്ചിരിക്കുന്നതായി കരുതുന്ന പിർപ്പഞ്ച് എന്നുള്ളത് ഒരു 80 കിലോമീറ്റർ റേഡിയസിൽ കിടക്കുന്ന വലിയ മലനിരയാണ്. അവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെർച്ചിങ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രോണും ഉപയോഗിച്ചുള്ള സെർച്ചിങ് നടക്കുന്നു. ഒപ്പം തന്നെ ഈ പോലീസ് നായ, അതേപോലെ തന്നെ CRPFിൻ്റെ നായയെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഈ മേഖലകളിൽ നടക്കുന്നത്. ഈ തെരച്ചിലിനായിട്ട് കൂടുതൽ കമാൻഡോ ഫോഴ്സിനെ ഈ മേഖലയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സമഗ്രമായ ഒരു തിരച്ചിലിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകളിലും നടക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് അകം തന്നെ ഈ ഭീകരർ പിടിയിലാകുമെന്നുള്ളതാണ്. നമുക്കറിയാം 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. ഇവരുടെ തലയ്ക്ക് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് ജമ്മു കാശ്മീർ പോലീസ് നൽകാമെന്നുള്ളത് ഇനാം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ഇതിനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഇതിനോടകം തന്നെ 200 പേർ ഇപ്പോൾ കസ്റ്റഡിയിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ പ്രദേശവാസികളുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. അത് ഇന്നും തുടരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ദൃക്സാക്ഷികൾ, അതേപോലെ തന്നെ ഈ കുതിരക്കാർ, ഇവരെയൊക്കെ തന്നെ ഈ വരും ദിവസങ്ങളില്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ മുതലാണ് ഈ പ്രദേശവാസികളെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചത്. അതിനു മുന്നേ ഏതാണ്ട് 1500 പേരിലധികം ആൾക്കാരെ പ്രാഥമികമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിൽ വ്യക്തമായി ഇവർക്ക് ഏതാണ്ട് സംശയം, അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയ 200-ലധികം പേരെ ഇപ്പോഴും നിലവിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഇവരുടെ ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് 2 പേരുടെ അറസ്റ്റ്. ഈ ചോദ്യം ചെയ്യലിൽ ഇവർ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഈ തീവ്രവാദികൾക്ക് സഹായം നൽകിയെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ, ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാരതം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്നത് തെളിയിക്കുന്നതിൻ്റെ തെളിവുകൾ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് കൈമാറി എന്നുള്ളതാണ്. 30-ലധികം രാജ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. വീണ, ശരി നന്ദു.